ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചന്ദൻ മിശ്രയെ കൊല്ലാൻ അക്രമി സംഘം നടത്തിയത് കൃത്യമായ ആസൂത്രണമെന്ന് പോലീസ്. പരശാത്ത് ആശുപത്രിയിലെ സുരക്ഷാ വീഴ്ച മുതലെടുത്തായിരുന്നു സംഘത്തിന്റെ നീക്കം. കേസിൽ മുഖ്യപ്രതിയായ തൗസീഫ് ബാദ്ഷായെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാണ്. ആശുപത്രിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസിന്റെ സംശയ നിഴലിലാണ്. കൃത്യമായ പദ്ധതി തയ്യാറാക്കിയാണ് അക്രമി സംഘം ചന്ദൻ മിശ്രയെ വെടിവെച്ചു കൊന്നത്. ആശുപത്രിയുടെ രൂപരേഖയടക്കം സംഘം വിശദമായി പഠിച്ചിരുന്നു. പിടിയിലായ തൗസീഫ് ബാദ്ഷായുടെ നേതൃത്വത്തിലായിരുന്നു സംഘത്തിന്റെ ഓരോ നീക്കവും. പരാസ് ആശുപത്രിയുടെ മുക്കും മൂലയും ബാദ്ഷായ്ക്ക് കാണാപാഠമായിരുന്നു. ചന്ദൻ മിശ്ര ചികിത്സയിൽ കഴിയുന്ന മുറിയെക്കുറിച്ചും കൃത്യമായി സംഘം മനസ്സിലാക്കിയിരുന്നു. രണ്ട് ബൈക്കുകളിലായാണ് 6 സംഘം പരസ് ആശുപത്രിയിലെത്തിയത്. 5 പേർ തോക്കുമായി ആശുപത്രിക്കുള്ളിൽ പ്രവേശിച്ചു. ഒരാൾ പുറത്ത് കാവൽ നിന്നു. ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നതിനിടെ ഗേറ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഘത്തെ തടഞ്ഞ് പാസ് ആവശ്യപ്പെട്ടു. 5 പേരിൽ ആർക്കും പാസ് ഉണ്ടായിരുന്നില്ല. ഇതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് OP വഴി അകത്ത് കടന്നു. ലക്ഷ്യമിട്ടത് ചന്ദൻ മിശ്ര കഴിയുന്ന 209 നമ്പർ മുറി. ആരുടെയും കണ്ണിൽപ്പെടാതെ മുറിക്കകത്തു കയറിയ സംഘം ചന്ദൻ മിശ്രയ്ക്ക് നേരെ നിറയൊഴിച്ച് ഉടൻ പുറത്തേക്ക്. ആശുപത്രിക്ക് പുറത്തിറങ്ങിയ സംഘം ആഹ്ലാദ പ്രകടനം നടത്തുന്ന ദൃശ്യങ്ങളും ഉടൻ ബൈക്കിൽ കയറി കടന്നുകളയുന്നതും സമീപത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മുഴുവൻ പ്രതികളെയും തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് പോലീസ് അറിയിച്ചു. സംഘത്തിലുണ്ടായിരുന്നവർക്കായി അന്വേഷണം വിപുലമാക്കിയിരിക്കുകയാണ് പോലീസ്. ചന്ദൻ മിശ്ര കഴിഞ്ഞിരുന്ന 209 നമ്പർ മുറിയുടെ പൂട്ട് തകരാറായിരുന്നുവെന്നും ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായതായും പോലീസ് കണ്ടെത്തി. ആശുപത്രിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന സംശയത്തിലാണ് പോലീസ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.